നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാലഘട്ടം മറ്റേത് കാലഘട്ടത്തേക്കാൾ രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും. ഈ രക്തസാക്ഷിത്വം സഭ വളരെ ധീരതയോടെയാണ് നേരിടുന്നത്. രക്തസാക്ഷിണികളിൽ ഒരുവളായ വാഴ്ത്തപ്പെട്ട റാണി മരിയ നമുക്കെന്നും അഭിമാനമായിട്ട് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അതിക്രൂരമായ മതപീഡനം നടക്കുകയാണ്. ധാരാളം ക്രിസ്ത്യാനികൾ പീഡനത്തിന് ഇരയാകുന്നു. അവരുടെ അതിദാരുണമായ ജീവിതം അത് ഒരു നഷ്ടമാണോ ലാഭമാണോ? അവർ എങ്ങനെയാണ് ധീരതയോടുകൂടി ഈ രക്തസാക്ഷിത്വത്തെ നേരിടുന്നത്? നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അരുമശിഷ്യരെന്ന നിലയിൽ നാം ഈ രക്തസാക്ഷിത്വത്തെ നേരിടുവാൻ ഇന്ന് വരെ സഭ പിന്തുടർന്നു പോന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി രക്തസാക്ഷിത്വത്തെ, അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ധീരതയെ, വലിയ ബലിയുടെ സമർപ്പണത്തെ ധ്യാനിക്കുകയാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് ഈ പരമ്പരയിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ. ആദ്യ കാലം മുതൽ ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷികളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിരയിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ, യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച അപ്പസ്തോലന്മാരിൽ എല്ലാ കാലത്തും ആരാധിക്കപ്പെടുന്നവരിൽ ഒരാളാണ് യൂദാസ് തദേവൂസ്. അദ്ദേഹത്തെ അടുത്ത് പരിചയമില്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ഇടവകകളിൽ വിശുദ്ധനോടുള്ള നൊവേന നമുക്കുണ്ട്, പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്, ഭക്തിയുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധനോട് പ്രാർത്ഥിക്കാറുണ്ട്. വലിയ രക്തസാക്ഷിയാണ് വിശുദ്ധ യൂദാസ് തദേവൂസ്. യൂദാസ് തദേവൂസിൻ്റെ ജീവിതത്തെക്കുറിച്ച്, രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പഠിക്കുകയാണ് ഈ എപ്പിസോഡിൽ നാം. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന വിശേഷണത്താൽ അറിയപ്പെടുന്ന വിശുദ്ധ യൂദാ തദേവൂസ് ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളും രക്തസാക്ഷിയുമാണ്. പിൽക്കാലത്ത് ജെറുസലമിലെ മെത്രാനായി തീർന്ന ചെറിയ യാക്കോബ് ശ്ലീഹായുടെ സഹോദരൻ കൂടിയാണ് വിശുദ്ധ യൂദാ. ഈശോയോട് രക്തബന്ധമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഈശോയോട് ശാരീരികമായ സാദൃശ്യവും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. സഹശിഷ്യനായിരുന്ന
തീവ്രവാദിയായ ശിമയോൻ ഒന്നിച്ച് ഈജിപ്തിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിച്ച അദ്ദേഹം പേർഷ്യയിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു. പിതാവേ, ആരായിരുന്നു വിശുദ്ധ യൂദാ തദേവുസ്? ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ? വേറൊരു യൂദാസിനെ നമുക്ക് പരിചയമുണ്ട്, യൂദാസ് സ്കറിയോത്ത, ഒറ്റുകാരൻ. അതുകൊണ്ട് സുവിശേഷത്തിൽ തദേവൂസ്, യൂദാസ് തദേവൂസ്, യൂദാസ് ഒറ്റുകാരൻ, അങ്ങനെ രണ്ടുപേരെയും രണ്ടായിട്ടാണ് കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നത്. ഗലീലയിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മാതാപിതാക്കളെക്കുറിച്ചോ ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള വിവരം നമുക്കില്ല. എങ്കിലും യേശുവിൻ്റെ സ്വന്തമായിരുന്നു, സഹോദരങ്ങളിൽ ഒരാളായിരുന്നു വിശുദ്ധ യൂദാസ് തദേവൂസ് എന്ന് പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് പൊതുവെ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം. എന്നാൽ അദ്ദേഹം എങ്ങനെ ഒരു ശിഷ്യനായി തീർന്നു എന്നതിനെക്കുറിച്ചൊന്നുള്ള വിവരണം നമുക്ക് അറിഞ്ഞുകൂടാ. പീലിപ്പോസിനെ വിളിക്കുന്നതും മത്തായിയെ വിളിക്കുന്നതുമെല്ലാം നമുക്കുണ്ട്. എന്നാൽ സഹോദരനായ വിശുദ്ധ യൂദാസ് എങ്ങനെ അപ്പസ്തോല ഗണത്തിൽ വന്നുപെട്ടു എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഗലീലയിൽ നിന്നുള്ളതാകുമ്പോൾ, യേശുവിൻ്റെ ആ കുടുംബത്തിൽ നിന്നുള്ളതാകുമ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷനായിട്ടുണ്ടാകുക എന്ന് നമുക്ക് അനുമാനിക്കാം. പിതാവേ, സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും യൂദാസ് തദേവൂസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സുവിശേഷകന്മാരുടെ പട്ടികയുണ്ടല്ലോ, അപ്പസ്തോലന്മാരുടെ പേര് കൊടുക്കുമ്പോൾ അവിടെ യൂദാസ് തദേവൂസ് എന്ന പേര് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അത് ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ നമുക്ക് കാണാം. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ യൂദാസ് തദേവൂസിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. ഈ പരാമർശം എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി വിശുദ്ധ യൂദാസ് എന്ന പേരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തദേവൂസ് അപ്പോൾ ചോദിച്ചു, നീ ലോകത്തിന് വെളിപ്പെടുത്തിയില്ല, ഞങ്ങൾക്ക് വെളിപ്പെടുത്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു ചെറുതായിട്ടുള്ള ഒരു പരാമർശം മാത്രമേ സുവിശേഷത്തിൽ ഈ വിശുദ്ധനെക്കുറിച്ച് ഉള്ളൂ എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം സുവിശേഷത്തിൽ അപ്പസ്തോലന്മാരുടെ കൂടെ നിന്ന് ഉള്ള പ്രവർത്തനത്തിൽ എപ്പോഴും സജീവമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരുന്ന 2 യൂദാമാരിൽ ഒരാൾ ഒറ്റുകാരൻ യൂദ ആയിരുന്നതിനാൽ വിശുദ്ധ യൂദാ തദേവൂസിനെ പലപ്പോഴും സുവിശേഷങ്ങളിൽ പ്രത്യേകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചില സുവിശേഷ ഭാഗങ്ങളിൽ തദേവൂസ് എന്ന പേരിൽ മാത്രം അദ്ദേഹം സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിൽ ഈശോയുടെ സഹോദരന്മാരുടെ പേരുകൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ വിശുദ്ധ യൂദായും ഉൾപ്പെട്ടിരിക്കുന്നു. യാക്കോബ്, ജോസെ, ശിമയോൻ, യൂദ എന്നീ 4 പേരുകളാണ് അവിടുത്തെ സഹോദരന്മാരുടെ പട്ടികയിലുള്ളത്. പിതാവേ, വിശുദ്ധ യൂദാ തദേവൂസും ഈശോയുമായുള്ള ബന്ധം ഞങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു തരാമോ? ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ സഹോദരനായിരുന്നു. നമുക്കറിയാം, ഈശോ ഏക മകനായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹോദരി മറിയം എന്ന മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ മകനായിരുന്നു യൂദാ തദേവൂസ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ സഹോദരന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ശിമയോന്, അങ്ങനെ 4 പേരുടെ പേര് നൽകിയിട്ടുണ്ടല്ലോ. ആ 4 പേരുടെ പേരിൽ ഒരാൾ യൂദാ തദേവൂസ്, യാക്കോബ്, ചെറിയ യാക്കോബ്, യൂദാ തദേവൂസ്, ശിമയോന്, അങ്ങനെ അവരുടെ പേര് നൽകിയപ്പോൾ ആ കൂടെ യൂദാ തദേവൂസ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹോദരിയുടെ മകനാകുമ്പോൾ തീർച്ചയായിട്ടും സഹോദരൻ എന്ന പേരിൽ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെയല്ല, സഹോദരരുടെ മക്കളെല്ലാവരും സഹോദരങ്ങളെന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സഹോദരിയുടെ മകൻ എന്ന നിലയിൽ യേശുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ചെറിയ യാക്കോബ്,
വിശുദ്ധ യൂദാ തദ്ദേവൂസ് അവരെല്ലാം പരിശുദ്ധ അമ്മയോട് അപ്പോൾ ചേർന്ന് ഉള്ള സഹോദരങ്ങളായിരുന്നു. അവർ ഇത്രയൊരു പരാമർശമാണ് സഹോദരൻ എന്ന നിലയിൽ നമുക്ക് യേശുവിൻ്റെ സ്വന്തമായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു ക്ലയോഫാസ് എന്നുള്ള പേര്. ഈ ക്ലയോഫാസ് രക്തസാക്ഷിയായി തീർന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ യൂദാ തദ്ദേവൂസ് യേശുവിൻ്റെ സഹോദരൻ ആയിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിതാവേ, വിശുദ്ധ യൂദാ തദ്ദേവൂസ് എവിടെയാണ് സുവിശേഷം പ്രഘോഷിച്ചിരുന്നത്? യേശുവിൻ്റെ മരണശേഷം അപ്പസ്തോലന്മാർ, അവിടുത്തെ ഉദ്ധാനത്തിന് ശേഷം അപ്പസ്തോലന്മാർ ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടു. അവർ സുവിശേഷം പ്രഘോഷിച്ചത് കൂടുതലും ആ മിഡിൽ ഈസ്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ മെസപ്പൊട്ടേമിയ, സിറിയ, ഇദുമേയ ഈ പ്രദേശങ്ങളിലാണ് വിശുദ്ധ യൂദാ തദ്ദേവൂസ് സുവിശേഷം പ്രസംഗിച്ചത്. പ്രധാനമായിട്ടും അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മേഖലകൾ. ധാരാളം ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും അവിടെയുള്ള പ്രദേശങ്ങളിൽ സഭകൾക്ക് അടിത്തറയിടുകയും ചെയ്തു എന്നാണ് അനുമാനിക്കുന്നത്. വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? വിശുദ്ധ യാക്കോബിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം. ജെറൂസലമിലെ മെത്രാനായിരുന്നു വിശുദ്ധ യാക്കോബ്, അപ്പോൾ സഹോദരനായിരുന്നു. അപ്പസ്തോലന്മാരുടെ മരണം രക്തസാക്ഷിത്വത്തിൻ്റേതായിരുന്നു. അതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ബെയ്റൂട്ട്, ലെബനനിൽ ബെയ്റൂട്ട് എന്ന സ്ഥലത്ത് വെച്ച്, പേർഷ്യയിൽ തന്നെ ബെയ്റൂട്ട് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയായി തീരുന്നത്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണാം. പാരമ്പര്യ വിശ്വാസമനുസരിച്ച് AD 65 ബെയ്റൂട്ടിൽ വെച്ചായിരുന്നു വിശുദ്ധ യൂദാ തദ്ദേവൂസിന്റെ അന്ത്യം. അപ്പസ്തോലനായ ശിമയോനൊപ്പം സുവിശേഷ പ്രഘോഷണത്തിനായി പേർഷ്യയിൽ എത്തിച്ചേർന്ന വിശുദ്ധ യൂദാ അവിടെ വെച്ച് ശത്രുകരങ്ങളിൽ അകപ്പെടുകയായിരുന്നു. സഹചാരിയായിരുന്ന തീവ്രവാദിയായ ശിമയോനും അദ്ദേഹത്തോടൊപ്പം വധിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. വിശുദ്ധ യൂദായുടെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കാണപ്പെടുന്ന മഴു അദ്ദേഹം എപ്രകാരമാണ് രക്തസാക്ഷിയായി തീർന്നതെന്ന് സൂചിപ്പിക്കുന്നു. പിൽക്കാലത്ത് എഴുതപ്പെട്ട ശിമയോന്റെയും യൂദായുടെയും നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും രക്തസാക്ഷിത്വത്തെയും കുറിച്ച് വിവരിക്കുന്നു. വിശുദ്ധനെ കുരിശിൽ തറച്ചാണ് കൊന്നത്. യേശു മരിച്ചതുപോലെ തന്നെ കുരിശിൽ തറയ്ക്കുകയായിരുന്നു. എന്നാൽ കുരിശിൽ തറച്ച് അവർ അമ്പെയ്ത് അവർ വധിച്ചു. എന്നാൽ അമ്പെയ്തെങ്കിലും മരിക്കാത്തത് കൊണ്ട് അവർ വടിയെടുത്ത് അടിച്ചു കൊന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ, ആളുകൾ വടി കൊണ്ട് മറ്റുള്ളവരെ അടിച്ചു കൊല്ലുന്നത്. പലപ്പോഴും നമുക്ക് ടി വിയിലൊക്കെ കണ്ട് ദാരുണമായ മരണം അത് കാണുമ്പോൾ നിഷ്കരുണം ആളുകൾ ഇത്ര ക്രൂരതയോടുകൂടിയാണ് ആളുകൾ മർദ്ദിക്കുന്നത്. അതുപോലെ അപ്പോൾ ആ കാലഘട്ടത്തിൽ അമ്പെയ്തു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ വടിയെടുത്ത് അടിച്ചു. നിങ്ങൾ യൂദാ തദ്ദേവൂസിൻ്റെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. എന്താണത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മഴുവുണ്ട്. എന്താണ് ആ മഴു പ്രതിനിധാനം ചെയ്യുന്നത്? എന്തിനാണ്? അദ്ദേഹം ഈ വടിയെടുത്ത് അടിച്ച ആളുകൾ കൊന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഈ മഴു കൊണ്ട് കഴുത്ത് വെട്ടി ശിരസ് ഛേദിച്ച് കളഞ്ഞു. അതിനെ സൂചിപ്പിക്കുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മഴു സൂക്ഷിക്കുന്നത് ആ ചിത്രത്തിൽ. അപ്പോൾ ആ രക്തസാക്ഷിത്വം എത്ര ധീരതയോടുകൂടിയാണ് അവരേറ്റെടുത്തത്, എന്ത് അഭിമാനമായിട്ടാണ്. യേശുവിൻ്റെ കുരിശിൽ തറച്ച് യേശുവിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരിശ് വിജയത്തിൻ്റെ ചിഹ്നമായതുപോലെ അവനു വേണ്ടി, യേശുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ യൂദാ തദ്ദേവൂസ് മഴുകൊണ്ടാണ് രക്തസാക്ഷിയായി തീർന്നത്. അതിനെ സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബെയ്റൂട്ടിൽ തന്നെ സംസ്കരിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നത്. കടുത്ത പീഡനങ്ങളിലൂടെ അദ്ദേഹം യേശുവിന് സാക്ഷിയായി തീർന്നു.
പിതാവെ, വിശുദ്ധ തദേവൂസിന്റെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഭൗതിക അവശിഷ്ടം ബെയ്റൂട്ടിലായിരുന്നു. നേരത്തെ പലപ്പോഴും മറ്റ് മതത്തിൽ നിന്നുള്ളവരുടെ ആക്രമണം ഭയന്നിട്ട് തീർച്ചയായിട്ടും മറ്റ് പ്രത്യേകിച്ച് മുഹമ്മദീയർ ആക്രമിക്കുമ്പോൾ ദേവാലയങ്ങൾ ആക്രമിക്കുകയും ഇതുപോലെ ഭക്തജനങ്ങൾ തീർത്ഥയാത്ര നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ എല്ലാം മോഷ്ടിക്കുകയും തകർത്ത് കളയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ബെയ്റൂട്ടിൽ നിന്ന് വിശുദ്ധ യൂദാ തദേവുസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ റോമിലുള്ള വത്തിക്കാനിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രത്യേകമായി സജ്ജമാക്കിയ കല്ലറയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെയാണ് വണങ്ങുന്നത് വിശുദ്ധൻ്റെ ഈ അപ്പസ്തോലൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ. വിശുദ്ധ യൂദാ തദേവുസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സെന്റ് ജോസഫിന്റെ നാമധേയത്തിലുള്ള പ്രധാന അൾത്താരയ്ക്ക് കീഴെയാണ്. സമീപത്ത് തന്നെ ശിമയോന്റെ ഭൗതികാവശിഷ്ടങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് അനേകായിരങ്ങൾ വിശുദ്ധ യൂദായുടെ മാധ്യസ്ഥം യാചിക്കുന്നതിനായി ഇവിടെ എത്തുന്നു. പിതാവേ, യൂദായുടെ ഒരു ലേഖനമുണ്ടല്ലോ, അത് വിശുദ്ധ യൂദാ തദേവുസിൻ്റെ തൻ്റെതാണോ? അപ്പസ്തോലൻ്റെ ലേഖനമെന്നാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ മറിച്ച് സംസാരിക്കുന്നവരുമുണ്ട്. എങ്കിലും വിശുദ്ധൻ്റെ പേരിൽ തന്നെ ചെറിയ യാക്കോബ് ജെറൂസലമിൽ മെത്രാനായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് പഠിപ്പിച്ചു, സഭയ്ക്ക് അടിത്തറയിട്ടു, തൻ്റെ പഠനങ്ങളിലൂടെ അടിത്തറയിട്ടു. അപ്പോൾ അതേ മാതൃക തന്നെ സഹോദരനായ വിശുദ്ധ യൂദാ തദേവൂസും പിന്തുടർന്നു എന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ലേഖനം, യൂദാസ് എന്ന പേരിലുള്ള ലേഖനം വിശുദ്ധ യൂദാസ് തദേവൂസിൻ്റേതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അനുമാനിക്കുന്നത്. എന്നാൽ അതിന് മറിച്ചുള്ള ചിന്തകളുള്ളവരും ഉണ്ട്. വിശുദ്ധ യൂദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന ലേഖനം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ് എന്ന് ലേഖനകർത്താവ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരായ ശക്തമായ താക്കീതാണ് ഈ ലേഖനം. മാലാഖമാരുടെ പാപത്തെയും അവർക്ക് ലഭിച്ച ശിക്ഷയെയും കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം യൂദയായുടെ ലേഖനം 6-ാം അധ്യായമാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ പുലർത്തേണ്ട നീതിനിഷ്ഠമായ ജീവിതശൈലിയെക്കുറിച്ച് തീക്ഷ്ണതയോടെ ലേഖനകർത്താവ് ഉത്ബോധിപ്പിക്കുന്നു. പിതാവേ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടാണല്ലോ യൂദാ തദേവൂസ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ഒന്ന് വിശദീകരിച്ച് തരാമോ? വിശുദ്ധ യൂദാ തദേവൂസിനോട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടില്ലേ? പലപ്പോഴും നൊവേനയിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും തന്നെ നൊവേനയിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. യൂദാസ് എന്നുള്ള ആ ലേഖനത്തിൽ ഒറ്റ അധ്യായമേ ഉള്ളൂ. ആ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. സുഖലോലുപതയ്ക്കെതിരെയാണ് അദ്ദേഹം എഴുതുന്നത്. സുഖലോലുപതയാണ് നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നത്. അത് നമുക്ക് ഏത് കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സുഖലോലുപത കടന്നു വരുമ്പോൾ മനുഷ്യർ തിന്മയുടെ ശക്തികൾക്ക് കീഴടങ്ങിക്കളയും. അതായത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കീഴടങ്ങിപ്പോകും അറിയാതെ. അപ്പോൾ അങ്ങനെ സുഖലോലുപത, ആഡംബരം, ഇത്തരം ആഡംബരത്തിനെതിരെ വളരെ ശക്തമായിട്ട് സമ്പന്നതയിൽ അങ്ങനെ അഭിരമിക്കുന്ന ആളുകൾക്ക് എതിരെ വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം തൻ്റെ ലേഖന ഭാഗത്ത് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടും ധീരതയോടും കൂടെ നിൽക്കുക. അത് ഏറ്റവും വൈഷമ്യമുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് 24-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, എന്നാൽ ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അവിടെ വിശ്വാസികളെ വളരെ തീഷ്ണതയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സുഖലോലുപത നിങ്ങളെ തളർത്തിക്കളയും, അത് വളരെ എളുപ്പമാണ്. എന്നാൽ സുഖലോലുപതയെ കീഴടക്കാൻ ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീഴടങ്ങാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാൽ നമുക്ക് കീഴടക്കാം.
അതുകൊണ്ടാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ യൂദാ തദേവൂസ്. നമ്മുടെ മുമ്പിൽ കീഴടങ്ങാത്ത കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള അവസരങ്ങളിൽ അസാധ്യമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന മാലാഖിയുടെ വചനങ്ങൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എത്രയോ അസാധ്യമായ കാര്യങ്ങളുണ്ട്, എന്നാൽ വിശുദ്ധൻ്റെ പ്രത്യേകമായി മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ലഭിക്കുകയാണ്. അപ്പോൾ എങ്കിലും വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള സമ്പത്ത്, സൗകര്യങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ളതാണ്. അറിയാതെ അതിന് കീഴടങ്ങിപ്പോകരുത്. കീഴടങ്ങിയാൽ സുവിശേഷ മൂല്യങ്ങൾ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയായിരിക്കും ചെയ്യുക. അത് നമ്മെ പാപത്തിലേക്കും നയിക്കുകയും നരകത്തിന് അർഹരായി തീരുകയും ചെയ്യും എന്ന് അതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന വിധത്തിൽ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണവും. പിന്നെ ഒരു പക്ഷേ യൂദാസ് കറിയോത്ത എന്നാളെ യൂദാസിനെ അറിയാം. യൂദാസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഒറ്റുകാരൻ യൂദാസിലേക്ക് എത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് യൂദാസ് എന്ന് പറയാൻ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം പെട്ടെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ യൂദാസ് കറിയോത്ത്. അങ്ങനെ പതുക്കെ മറവിയിലേക്ക് പോയതുകൊണ്ട് ദൈവം ഒരുപക്ഷെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കാം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് ദൈവത്തിൻ്റെ വഴികൾ അജ്ഞേയങ്ങൾ നിഗൂഢങ്ങളല്ലേ, നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ജീവിതകാലത്തും പ്രഘോഷണ വഴികളിലും മരണശേഷവും തീക്ഷ്ണമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ വിശുദ്ധ യൂദാസ്ലീഹ ഇന്ന് അനേകം അൾത്താരകളിൽ വണങ്ങപ്പെടുന്നു. വിശുദ്ധന്റെ ജീവിത മാതൃകയും പ്രബോധനവും പ്രചരിപ്പിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന്റെ സൂചന കൂടിയാണ് അത്. തീക്ഷ്ണമതിയായ ഈ അപ്പസ്തോലന്റെ മാതൃക നമുക്കും സ്വീകരിക്കാം. വിശുദ്ധ യൂദാ തദേവൂസ് നമുക്ക് ഏറ്റവും പ്രിയങ്കരൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. വിശുദ്ധൻ തൻ്റെ ജീവിതം സുവിശേഷത്തിനായിട്ട് സമർപ്പിച്ചു. സഭയുടെ വളർച്ചയ്ക്കായിട്ട് രക്തം ചിന്തി. അതിദാരുണമായ പീഡകൾ തൻ്റെ ഗുരുനാഥനെ പോലെ ഏറ്റെടുത്തു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന രക്തസാക്ഷിത്വത്തിൻ്റെതായ അവസരങ്ങൾ ധാരാളമാണ്. ഏറെ പ്രത്യേകിച്ച് അക്രൈസ്തവരുടെ ഇടയിൽ ജീവിക്കുന്നവർക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ സുഖലോലുപതയിലൂടെ കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ജീവിതം, അതുതന്നെയാണ് രക്തസാക്ഷിത്വം. നമുക്ക് ലളിതമായ ജീവിതം, ലളിതമായി മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിന്, ലാളിത്യത്തിൽ ജീവിക്കുന്നതിന് വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഠിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈശോ നമുക്ക് നൽകിയ വലിയ സന്ദേശമുണ്ട്. കുറുനരികൾക്ക് മാളങ്ങൾ ഉണ്ട്, പറവകൾക്ക് കൂടുണ്ട്, ആകാശപ്പറവകൾക്ക്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്. എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. സുവിശേഷം ദാരിദ്ര്യത്തിൻ്റേതാണ്, ലാളിത്യത്തിൻ്റേതാണ്, പങ്കുവെക്കുന്നതാണ്. ഇത് നമ്മെ ഈ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലഘട്ടം, ആധുനിക കാലഘട്ടം, കമ്പോള സംസ്കാരം നമുക്ക് ഒരു വെല്ലുവിളിയാണ്. വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് വിശുദ്ധനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വലിയ വിശുദ്ധനെ നൽകിയല്ലോ. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങളെ എന്നും ശക്തിപ്പെടുത്തുന്നുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഈ ലോകത്തിലുണ്ടെന്ന് സൃഷ്ടവസ്തുക്കളുടെ സ്പഷ്ടമായി ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധൻ്റെ ജീവിതം ഞങ്ങൾക്ക് ശക്തി നൽകുകയാണ്. വിശുദ്ധ യൂദാ തദേവൂസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസിനെ പോലെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം, രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കാം. അടുത്ത എപ്പിസോഡിൽ നാം ഒരുമിക്കുന്നത് വരെ എല്ലാവർക്കും, ശാലോം പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ
നിന്നെ ഈ കാലടിപ്പാടുകൾ പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നു